17, 18, 19 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ ഞാൻ തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17, 18, 19, 20 വാക്യങ്ങൾ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ്ലീഹ താൻ സ്ഥാപിച്ച സഭകളിൽ ഏറ്റവും ആത്മീകമായി മുന്നിട്ടു നിന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആഴങ്ങളും അനുഭവങ്ങളുമുള്ള എഫെസോസിലെ സഭയോട് പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വർദ്ധിക്കണം, അത് വസിക്കണം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹം ആയിരിക്കണം. You deeply rooted and securely grounded in love. നിങ്ങളുടെ നിങ്ങൾ വേരിറക്കി നിൽക്കേണ്ടത്, ആഴമായി നിങ്ങൾ നിൽക്കേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കണം. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ലെങ്ത്, അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ഹൈറ്റ് എത്ര ശക്തമാണെന്ന്, അതെത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയണം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ പ്രാപ്തരാക്കണം. ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരണം. ഇത് ആ വാക്കുകൊണ്ട് നിർത്തുന്നത് ഇങ്ങനെയാണ്: എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പ്രബോധനത്തെക്കായാലും ഇതൊരു പ്രാർത്ഥനയെക്കായാലും അപ്പുറമായി ഇത് അഭിഷിക്തന്റെ, അപ്പോസ്തലന്റെ, ഭക്തന്റെ പ്രാർത്ഥനയാണ്. സാക്ഷാൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രസംഗമല്ല. പ്രാർത്ഥന ഉള്ളത്തിൽ നിന്ന് വരുന്നതാണ്. പ്രാർത്ഥന ബന്ധത്തിൽ നിന്നുള്ളതാകുന്നതാണ്. അപ്പോൾ ഇത് പൗലോസിന്റെ, അപ്പോസ്തലന്റെ അകത്ത് നിന്നും വരുന്ന ഈ പദങ്ങൾ എന്ന് പറയുന്നത് പ്രസംഗത്തെക്കായാലും താൻ പറഞ്ഞ ഉപദേശത്തെക്കായാലും ഒക്കെ വളരെ ശക്തമാണ്. കാരണം ഇത് തൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കൊരു പരിശുദ്ധിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു നിലയുണ്ട്, നിലവാരമുണ്ട്. അതും പ്രാർത്ഥിക്കുന്നയാളെ അനുസരിച്ചാണ് പ്രാർത്ഥനയുടെ ആഴമെന്ന് പറയുന്നത്. ഇത് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. ഇത് കർത്താവ് നേരിട്ട് അപ്പോയിന്റ് ചെയ്ത അഭിഷിക്തന്റെ പ്രാർത്ഥനയാണ്. ഇത് അണലി കയ്യിൽ ചുറ്റിയിട്ടും അതിനെ തീയിൽ കുടഞ്ഞെറിഞ്ഞ് രക്ഷപ്പെട്ട അഭിഷിക്തന്റെ പ്രാർത്ഥനയാണ്. ഇത് ലുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് മുടന്തനെ എഴുന്നേൽപ്പിച്ചവന്റെ പ്രാർത്ഥനയാണ്. ഇത് യൂത്തിക്കോസ് എന്ന് പറയുന്ന മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ പ്രാർത്ഥനയാണ്. ഇത് ശക്തമേറിയ പ്രാർത്ഥനയാണ്.
എന്നാൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ അറിയണം. ഇത് ഭക്തന്റെ ആഗ്രഹമാണ്. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈൻ സർവീസ് കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും, എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാരും, എല്ലാ മാതാപിതാക്കളും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അപ്പ, ഒരു പിതാവ് നിങ്ങൾക്കുണ്ട് എന്ന സത്യത്തെ നിങ്ങൾ അറിയണം. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത് തല കൊണ്ടല്ല, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഹൃദയപൂർവമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, നീ പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത് ആദ്യ കൽപ്പനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട്, പ്രിയപ്പെട്ടവരോട്, ദൈവമക്കളോട് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ സ്നേഹാദരവോടെ അറിയിക്കട്ടെ: നാം അറിയാതെ പോയതും നാം അറിയേണ്ടതും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്, അതിൻ്റെ ഡെപ്താണ്, അതിൻ്റെ ഹൈറ്റാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പ്രവാചകനായ യെശയ്യാവിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു: നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിലും നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളിലും ഉന്നതമായിരിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള അളവിനേക്കാൾ വലുതാണ്. അവിടെ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവനാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത്. അതിന്റെ മെഷർമെന്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരു വിമാനം എത്ര അടി ഉയരത്തിൽ പറക്കുന്നു എന്ന് ആ വിമാനത്തിൽ എഴുതി കാണിക്കും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ അതിന്റെ മുകളിൽ കയറിയ മനുഷ്യൻ എത്ര ഹൈറ്റിലാണ് കയറിയതെന്ന് താൻ വ്യക്തമാക്കുന്നു. ഒരു പർവ്വതത്തിന് അതിന്റെ ഉയരം എടുക്കാൻ കഴിയും, നമുക്ക് അതിന്റെ ഉയരം പറയാൻ കഴിയും. ഒരു വിമാനം എത്രയടി ഉയരത്തിലാണ് പറക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കഴിയും. പക്ഷേ ദൈവസ്നേഹത്തിന്റെ, ദൈവബന്ധത്തിന്റെ, ദൈവവിചാരത്തിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ വീതി മെഷർ ചെയ്യാൻ കഴിയാത്തതാണ്, അളക്കുവാൻ കഴിയാത്തതാണ്, അളവില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിങ്ങൾ വേരൂന്നണമെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഈ ദൈവവചനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, ഒരിക്കലുമല്ല. ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ആ ഒളിമ്പിക്സിൽ ഓടുന്ന ആ മനുഷ്യൻ, ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓടുന്ന ആ മനുഷ്യൻ ഓടി മെഡൽ വാങ്ങുമ്പോൾ, സിൽവറോ ഗോൾഡോ ഒക്കെ വാങ്ങുന്ന സമയത്ത് രാജ്യം മുഴുവൻ ആ മനുഷ്യനെ അഭിനന്ദിക്കുകയും ഓണർ ചെയ്യുകയും ചെയ്തത് ആ രാജ്യത്തിനു വേണ്ടി താൻ ചെയ്ത പ്രയത്നത്തിന്റെ കൊടുത്ത വിലയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിൽ നാം മാനിക്കപ്പെട്ടത്, നാം സ്നേഹിക്കപ്പെട്ടത് ഒരിക്കലും നമ്മളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാണ്. ഈ അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്നെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ തെസ്സലോനിക്ക സഭയോട് പറയുന്നുണ്ട്. 1 തെസ്സലോനി 3:12-13, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കും. അവിടെ ഞാൻ കാണുന്നത് കവിഞ്ഞൊഴുകുന്ന, ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സ്നേഹമാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വായിച്ച പാസ്റ്ററെ, സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകട്ടെ. അപ്പോൾ ഈ തെസ്സലോനിക്ക സഭയിലെ ജനങ്ങൾ ദൈവത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന
ജനങ്ങളായിരുന്നു. നമുക്ക് ആ ലേഖനം പഠിച്ചവർക്കും വായിക്കുന്നവർക്കും അറിയാം. ഞാൻ താഴോട്ട് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. ദൈവത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടമായിരുന്നു തെസ്സലോനിക്ക സഭയിലുള്ളവർ. അതുകൊണ്ട് അവർക്ക് ദൈവദാസന്മാരോട് സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവർക്ക് തമ്മിലും സ്നേഹമായിരുന്നു. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ ദാസന്മാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ സമൂഹത്തോട് സ്നേഹം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാത്തവൻ എങ്ങനെ, ബൈബിളിൽ പറയുന്നൊരു വാക്യം ഇതാണ്, തൻ്റെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു? അത് വ്യാജമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെ? കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെയും സ്നേഹിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത് നാം ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് നമ്മുടെ സഹജീവികളോടും സഹപ്രവർത്തകരോടും നാം നടത്തിയ പെരുമാറ്റങ്ങളുടെയും നാം നടത്തിയ ഡീലുകളുടെയും അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ ഓഫീസിലുള്ളവരോട്, എൻ്റെ കൂട്ടുവേലക്കാരോടുള്ള എൻ്റെ പെരുമാറ്റം ഏതു നിലയിലായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വെളിപ്പെടുവാൻ പോകുന്ന ജഡ്ജ്മെന്റ്, ന്യായവിധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കും. അപ്പൊ എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോ? എന്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ സഹപ്രവർത്തകരെയും സമൂഹത്തെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഈ ഭാരതത്തിൽ ജനിക്കുവാൻ, ഈ ഭാരതത്തിൽ വളരുവാൻ ദൈവം എനിക്ക് അവസരവും അനുവാദവും അവകാശവും നൽകിയപ്പോൾ എൻ്റെ ഭാരതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെയും പ്രവർത്തിക്കാതെയും എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ സ്നേഹിക്കാതെയും ഇരിക്കുന്നത് ദൈവസ്നേഹമാണോ? സ്നേഹം തെളിയിക്കപ്പെടുവാനുള്ളതാണ്. വിശ്വസ്തത പ്രൂവ് ചെയ്യേണ്ടതാണ്. ഈ ലോകത്തിൽ പ്രൂവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ സ്നേഹവും വിശ്വസ്തതയുമാണ് പ്രധാനമായും. അബ്രഹാം ദൈവത്തെയാണോ സ്നേഹിച്ചത്? അതോ 100 വർഷം കാത്തിരുന്ന് ലഭിച്ച, അല്ലെങ്കിൽ 25 വർഷത്തോളം കാത്തിരുന്ന വാഗ്ദത്തത്തിന്റെ പ്രതിഫലമായ ഇസഹാക്കിനെയാണോ സ്നേഹിച്ചത് എന്ന് ദൈവം ഒരു ടെസ്റ്റ് ഇട്ടു. ആ ടെസ്റ്റിൽ തന്റെ മകനായ ഐസക്കിനേക്കാളും അധികം താൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന് അബ്രഹാം തെളിയിച്ചു. പൊത്തീഫറിന്റെ ഭാര്യ തന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ, തനിക്കവിടെ പാപം ചെയ്യുവാനുള്ള അവസരമുള്ളപ്പോൾ, ജോസഫ് തന്റെ വിശ്വസ്തത ദൈവത്തിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്തു. വിശ്വസ്തതയും സ്നേഹവും വാചകമടിയല്ല, അത് പ്രൂവ് ചെയ്യേണ്ടതാണ്. വിശ്വസ്തതയും സ്നേഹവും പ്രസംഗ പരമ്പരകളും പ്രഭാഷണ പരമ്പരകളും ഡിബേറ്റുമല്ല. അത് ഈ മനുഷ്യായുസിൽ, ഈ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട ഒന്നാണ്, ദൈവത്തോടും എൻ്റെ സഹജീവികളോടും. അങ്ങനെയാണെങ്കിൽ തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും തമ്മിൽ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ച് കവിയണം. ചർച്ചിനകത്ത് സ്നേഹം ഓവർഫ്ലോ ചെയ്യണം. കുടുംബത്തിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹം ഓവർഫ്ലോ ചെയ്യണം. മക്കളുമായുള്ള ബന്ധത്തിൽ, സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ, കൂട്ടുവേലക്കാരുമായുള്ള ബന്ധത്തിൽ സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകണം. ഒരായുസ് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മിൽ നിന്നും ഒത്തിരി പേർക്ക് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ആഴമായി അനുഭവിക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരാം. തെസ്സലോനിക്ക സഭയുടെ ആ കൂട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന്. അവരുടെ ഒരു പ്രത്യേകത തന്നെ ആയിരുന്നത്. അത് 4-ാം അധ്യായത്തിലാണ്. 1 തെസ്സലോനി 4-ാം അധ്യായത്തിലാണ്. അതിന്റെ 9-10 വാക്യത്തിൽ പറയുന്നു, സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല,
അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? സഹോദരപ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എഴുതേണ്ട ആവശ്യമില്ല. പൗലോസ് ഒത്തിരി ലേഖനങ്ങൾ എഴുതി സഭയ്ക്ക് കൈമാറി. ഇനി തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരാകണം, കരുതുന്നവരാകണമെന്ന് നിങ്ങൾക്കിനി എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങൾ ആചരിച്ചും പോന്നല്ലോ. നിങ്ങൾ ബൈബിൾ ക്ലാസ് കേട്ട് നോട്ടും എഴുതി പോയവരല്ല. നിങ്ങൾ കേട്ടതിനെ പ്രായോഗികമാക്കിയവരാണ്. നിങ്ങൾ പഠിച്ചതിനെ പ്രായോഗികമാക്കിയവരാണ്. നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ് കൈയടിച്ച് പാട്ടും പാടി വീട്ടിൽ പോയവരല്ല. നിങ്ങൾ അത് ആചരിച്ചവരാണ്. നിങ്ങളത് പ്രകടമാക്കിയവരാണ്. നിങ്ങളത് വെളിപ്പെടുത്തിയവരാണ്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പക മാറിപ്പോകും. ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം പാരപണിയുന്നത് മാറിപ്പോകും. കർത്താവിന്റെ സ്നേഹം നടുവിലില്ലാതായി പോകുന്നതാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നത്തിന്റെ കാരണം. നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങളൊരു ഒത്തിരി കുറവുള്ള ആളായിരുന്നു, ഒരു വലിയ പാപിയായിരുന്നു, നിങ്ങൾ വിശുദ്ധനും വിശുദ്ധയൊന്നും അല്ലായിരുന്നു, പക്ഷേ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയും. പലപ്പോഴും എനിക്ക് പലരോടും ഇഷ്ടം തോന്നാത്തത് എൻ്റെ അകത്ത് എന്നോട് തന്നെയുള്ള എൻ്റെ വെറുപ്പുകൾ കൊണ്ടാണ്. എല്ലാ വെറുപ്പുകളും, എല്ലാ വിദ്വേഷങ്ങളും എല്ലാ ഉള്ളങ്ങളിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ. കാരണം ഇവരെന്തുകൊണ്ടാണ് അന്യോന്യം സ്നേഹിക്കാൻ, അന്യോന്യം സ്നേഹിക്കണം എന്ന ബൈബിൾ ക്ലാസ് കേട്ടവർ മാത്രമല്ല, അങ്ങനെ ആചരിച്ചു പോന്നവരുമായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാരണം അത് 1 തെസ്സലോനി 4:1 6-7 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദർത്തുവാനും അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ 1 ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, അതാണ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഞാനിതൊന്ന് ഒരു നിമിഷം ഒന്ന് പറഞ്ഞോട്ടെ. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരോട്, സൂമിലൊക്കെ കാണുന്നവരോട്, ഭയങ്കര കഷ്ടതയിലൂടെ പോവുകയാണ് സഭ, തെസ്സലോനിക്ക സഭ. ഒത്തിരി ഞെരുക്കമുണ്ട്, അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ ഈ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. കണ്ടോ? ദാരിദ്ര്യമുണ്ട്, കഷ്ടതയുണ്ട്, പ്രശ്നമുണ്ട്, ലോൺ അടച്ചിട്ടില്ല, കയ്യിൽ കാശില്ല, ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുകളുണ്ട്, നിന്ദയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവർ ദൈവവചനം ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര സന്തോഷത്തോടുകൂടെയാ അവർ ആരാധനയിൽ പങ്കെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വണ്ടിയുടെ പുറകിൽ ആരാണ്ട് ഹോൺ അടിച്ചെന്ന ഒറ്റ കാരണം കൊണ്ട് സഭായോഗത്തിൽ ആരാധിക്കാതിരുന്നവരെ എനിക്കറിയാം. എന്നെ നോക്കി ചിരിച്ചില്ല, എനിക്ക് കൈ തന്നില്ല, എന്നോട് മിണ്ടിയില്ല, ഇങ്ങനൊക്കെ പറഞ്ഞ് ഒരു സന്തോഷമില്ലാതെ സന്തോഷിക്കേണ്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമയങ്ങളെ വെറുതെ കളഞ്ഞ ഒത്തിരി പേരുണ്ട്. തെസ്സലോനിക്ക സഭയെ നിങ്ങളൊന്ന് നോക്കിയേ, ഭയങ്കര പ്രശ്നത്തിലൂടെ അവർ പോവുകയാണ്. ബഹു കഷ്ടങ്ങൾ. ബഹു കഷ്ടം എന്ന് പറഞ്ഞാൽ ഏകവചനമല്ലല്ലോ, ഒരു കഷ്ടമല്ലല്ലോ, ബഹു കഷ്ടം. ഒരുപാട് പ്രതിസന്ധികൾ സഹിക്കേണ്ടി വന്നിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ആയിരുന്നു അവർ വചനം കൈക്കൊള്ളുന്നത്.
എന്നിട്ട് പറയാ, അവർ അപ്പോസ്തലനായ പൗലോസ് പറയാ, അവർ കർത്താവിന് ഞങ്ങൾക്കും അനുകാരികളായി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പൗലോസ് ലീഗ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അനുകാരികളാകാൻ, ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ അനുകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ പൗലോസ് ഇവിടെ പറയുകയാണ്, സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്ന് തെസ്സലോനിക്ക സഭയിലെ ബ്രദറെ, തെസ്സലോനിക്ക സഭയിലെ സിസ്റ്ററെ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടു പഠിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങള് കൊരിന്ത്യ സഭയെ, എഫെസോസിലെ സഭയെ, റോമിലെ സഭയെ, നിങ്ങൾ ഈ തെസ്സലോനിക്ക സഭയിലെ ആൾക്കാരെ കണ്ടുപഠിക്കണം കേട്ടോ. 7-ാമത്തെ വാക്യത്തിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ആഴമാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. തെസ്സലോനിക്ക സഭ വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയുള്ള സഭയാണ്. മാതൃസഭയല്ല, മാതൃകയുള്ള സഭ. നമുക്ക് ആകെ അറിയാവുന്നത് എന്തുവാ? മാതൃസഭ. അതെന്തുവാന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടും ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് മാതൃസഭയെ കുറിച്ചല്ല പറയുന്നത്, മാതൃകാ സഭയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ സഭയെ മാതൃകയാക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം? ഇതിനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഭയങ്കര ദൈവസ്നേഹമായിരുന്നു ആ സഭയ്ക്കകത്ത്. താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ കഷ്ടതയിലും അവരുടെ ഞെരുക്കത്തിലും അവർ ദൈവസഭയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. 4-ാമത്തെ വാക്യത്തിലാണ് കുറച്ചുകൂടെ ആഴമായിട്ട് പൗലോസ് അത് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. കാരണം അവർ ദൈവത്താൽ, ഞാനിത് ആദ്യം പറഞ്ഞേ, ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രം. അപ്പൊ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പറയും, അങ്ങനെ അങ്ങോട്ട് പറ ബ്രദറെ, അങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്ക്. നിങ്ങളോടായി പറയുന്നേ. ഇത് ടിനു പാസ്റ്റർ ഏറ്റെടുക്കണമെന്നല്ല, ഇവിടെ ഇരിക്കുന്ന 4 പേര് 5 പേര് ഏറ്റെടുക്കണമെന്നല്ല, നിങ്ങളോടായി പറയുന്നേ. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് അസൂയയില്ലേ? നിങ്ങളുടെ അകത്ത് പകയിരിപ്പില്ലേ? നിങ്ങളുടെ അകത്ത് അസ്വസ്ഥതയില്ലേ? അതെല്ലാം എടുത്ത് കർത്താവിൻ്റെ കൊടുത്തേ. നിങ്ങളുടെ കോർട്ടിലേക്ക് വരുന്ന പന്ത് അടിച്ച് മെസ്സിക്ക് കൊടുക്കാതെ നിങ്ങളെടുത്തേ പാസ് കിക്ക് ഓഫ് ചെയ്ത് പാസ് പോകല്ല. ഈ പന്ത് നിന്റെ കാലേ വരട്ടെ, നീ കൊണ്ടുപോകും പന്ത്. ഈ കുറച്ചു നേരം നിന്റെ കാലേ കിടക്കട്ടെ ഈ പന്ത്. എന്നിട്ടൊന്ന് ചിന്തിക്ക്, എനിക്ക് സ്നേഹമുണ്ടോ? ശരിക്കും എനിക്ക് സ്നേഹമുണ്ടോ? ശരിക്കും എൻ്റെ അകത്ത് സ്നേഹിക്കുന്ന ഹൃദയമുണ്ടോ? ഞാനും അത്യാവശ്യ സമയം കിട്ടുമ്പോൾ ഭാര വെച്ചിട്ടില്ലേ? പണി കൊടുത്തിട്ടില്ലേ? ഇടയ്ക്ക് കൂടെ സൈഡേ കൂടെ 1 കിലോ പഞ്ചസാര 50 ഗ്രാം വിഷം പൊതിഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ലേ? ചിന്തിക്ക്, മാനസാന്തരപ്പെട്. തെസ്സലോനിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരുന്നു. അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അവർക്കുള്ളവരായിരുന്നു. അതവർ പ്രകടമാക്കുന്നവരായിരുന്നു, മാതൃകയായിരുന്നു. എനിക്ക് ആ പദം നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? ഈ ഒരു വാക്യം സാക്ഷാൽ പൗലോസ് പറയുകയാണ്, എല്ലാവർക്കും അവർ മാതൃകയായി തീർന്നു. ഒരിക്കലും കൊരിന്ത്യ സഭയെക്കുറിച്ച്, കൊരിന്ത്യ സഭയിൽ 9 കൃപാവരം ഉണ്ടായിരുന്നു, അറിയോ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഹൗ ടു റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ലോർഡ്, കൃപാവരങ്ങളെ എങ്ങനെ പ്രാപിക്കാമെന്ന് പൗലോസ് പറയുന്നു. 9 കൃപാവരം. അതിന്റെ 14-ാം അധ്യായത്തിൽ ഹൗ ടു ഓപ്പറേറ്റ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയുന്നു. 9 കൃപാവരവും ഓപ്പറേറ്റ് ചെയ്ത, ഇന്നത്തെ ഒത്തിരി പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സകല കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്ത ഭയങ്കര അഭിഷേകത്തിൽ നിന്ന സഭയാണ് കൊരിന്ത്യ സഭ. പക്ഷേ പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊരിന്ത്യ സഭയെ മാതൃകയാക്കണമെന്ന്. പക്ഷെ തെസ്സലോനിക്ക സഭയിലേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കൃപാവരം ഓപ്പറേറ്റ് ചെയ്തതായി ഞാൻ കാണുന്നില്ല. അവിടെ ഒരു അഭിഷേകവും തീയും പുകയും ഒന്നും ഇറങ്ങിയത് ഞാൻ കാണുന്നില്ല. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാതൃകയാക്കുകയാണെങ്കിൽ നിങ്ങൾ തെസ്സലോനിക്ക സഭയെ മാതൃകയാക്കണം. അപ്പോൾ എല്ലാറ്റിനേക്കാളും വലുതല്ലേ
കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് കൊണ്ടിറങ്ങട്ടെ. വ്യവസ്ഥകളില്ലാതെ, ഇന്നലെ സഭായോഗത്തിൽ നമ്മൾ പാടി, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതന് നന്ദി. വ്യവസ്ഥകളില്ലാതെ നമ്മളെ സ്നേഹിച്ചു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. വായിക്കാം. ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവിന്റെ സ്നേഹത്തെ അവൻ പ്രകടമാക്കി. അതാ പറയുക, സ്നേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ, ഇടപെടലുകളിലൂടെ, ബഹുമാനം കൊടുക്കുന്നതിലൂടെ ഒക്കെ സ്നേഹം തെളിയിക്കപ്പെടേണ്ടതാണ്. 10-ാമത്തെ വാക്യമാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുന്നത് പോലെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കൾ ഞാനും നിങ്ങളും. കാരണം നമ്മളിൽ പാപം ഉണ്ടായിരുന്നു. പാപം എപ്പോഴും ദൈവത്തോട് ശത്രുതയുള്ള ഒന്നാണ്. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ പാപിയായിരുന്നപ്പോൾ എവിടെല്ലാം കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചു. നിങ്ങൾ ലോകത്തിന്റെ സ്നേഹത്തിൽ ഓടിയ സമയങ്ങളിൽ എവിടെല്ലാം ദൈവം നിങ്ങളെ കരുതി. നിങ്ങൾ ആ പാപിയായി ഓടിയ നാളുകളിൽ ദൈവം നിങ്ങളെ കൈവിട്ടിരുന്നെങ്കിൽ, മറന്നിരുന്നെങ്കിൽ, ഇന്ന് വിശുദ്ധനായിരിക്കുന്ന ഈ പദവിയിൽ നിനക്കിരിക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ പാപികളായി നടന്ന സമയങ്ങളിലും ലോകത്തിന്റെ വഴികളിലേക്ക് പോയ സമയങ്ങളിലും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു. എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടതെന്ന് കർത്താവിനോട് ചോദിക്കാവോ? ചേറ്റിൽ കിടന്ന എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്നിൽ എന്താ കണ്ടതെന്ന് കർത്താവിനോട് ചോദിക്കാവോ? കാരണം ഞാൻ അതിന് ഉദാഹരണോടെ പറയാം. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം 22, 23, 24 വാക്യങ്ങളിൽ ഈ ഇളയ മകൻ പന്നിക്കൂട്ടിൽ നിന്ന് വരുന്ന ഒരു വരവുണ്ട്. ഇളയ മകൻ പന്നിക്കൂട്ടിൽ നിന്ന് അപ്പന്റെ നന്മകളെല്ലാം ഒടിച്ച് എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി പാപത്തിന്റെ വഴികളിൽ മുഴുവൻ ഓടി വസ്തുക്കളെല്ലാം വിറ്റുതുലച്ച് ജീവിതത്തിന്റെ സകല പാപ വഴികളിലും പോയിട്ട് പന്നിക്കൂട്ടിനകത്തിരുന്ന് വാളവര കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ചിട്ടും ലഭ്യമാകാതെ നാറ്റം വെച്ചവനായി അപ്പന്റെ വീടിനരികിലേക്ക് കടന്നു വരുമ്പോൾ ദൂരത്ത് നിന്ന് അപ്പനോടി വന്ന് ഈ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ ദാസന്മാരോട് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവീൻ, അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിക്കുവീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ, നാം തിന്നാനന്ദിക്ക, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ആനന്ദിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത് അവിടെയാണ്. എൻ്റെ കടഭാരം മാറ്റിയത് കൊണ്ടോ, എനിക്ക് ജോലി തന്നത് കൊണ്ടോ, എനിക്ക് എൻ്റെ കല്യാണം വിവാഹം നടത്തിയത് കൊണ്ടോ, വീട് തന്നത് കൊണ്ടോ, വാഹനം തന്നത് കൊണ്ടോ, വാഹനം തരാഞ്ഞത് കൊണ്ടോ, വസ്തു ഉള്ളത് കൊണ്ടോ, വസ്തു ഇല്ലാഞ്ഞത് കൊണ്ടോ അല്ല. ചേറ്റിൽ കിടന്ന എന്നെ എൻ്റെ കർത്താവ് പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ
കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയേ തേനിലും മധുരമേ വറ്റാത്ത ഉറവയേ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചോദിച്ചേ. ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചേറ്റിൽ കിടന്ന നിങ്ങളെയും എന്നെയും ആ പൊൻകരം നീട്ടിപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നേനെ? ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നേനെ? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എന്തായിരുന്നേനെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളത് ചിന്തിക്കാൻ പോലും ഇന്നിവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. ചിന്തിക്കാൻ നിങ്ങൾ ഇന്നിവിടെ കാണുകയില്ലായിരുന്നു. ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇതാ ആ മകൻ, ഇളയ മകൻ വീടിനോടടുത്ത് വരികയാണ്, അപ്പനോടടുത്ത് വരികയാണ്. അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കാണുകയാണ്, അപ്പനോടി ചെല്ലുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നീ ഒരു ചുവട് വെച്ചാൽ ആ സ്നേഹത്തിന്റെ 1000 ചുവടുകൾ നിനക്ക് വേണ്ടി വെച്ചുകൊണ്ട് അവൻ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ മദ്യപാനിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പുകവലിക്ക് അഡിക്ഷൻ ഉള്ള ആളാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും, നിങ്ങളൊരു വ്യഭിചാരിയാണെങ്കിലും, നിങ്ങളൊരു പരാജിതനാണെങ്കിലും ആ സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അഴുക്കോടുകൂടെ. എന്നിട്ട് നിങ്ങൾക്കൊരു സത്യം അറിയാവോ? മേൽത്തരമായ അങ്കി മാന്യതയുടെ അങ്കിയാണ്. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകയാൽ ഇസ്രായേലിൽ എല്ലാ മക്കളിലും വെച്ച് അപ്പനായ യാക്കോബ് ജോസഫിനെ ഏറ്റവും സ്നേഹിച്ചത് കൊണ്ട് മേൽത്തരമായ ഒരു അങ്കി അവന് ധരിപ്പിച്ചു. പല വർണ്ണങ്ങളുള്ള അങ്കി, സ്നേഹത്തിന്റെ അങ്കി. അവന്റെ കൈക്ക് മോതിരമിടിവിപ്പീൻ. അതൊരു ഉടമ്പടിയാണ്, വിട്ടുപിരിയാൻ കഴിയാത്ത ഉടമ്പടി. അവന്റെ കാലിന് ചെരുപ്പിടിവിക്കുവീൻ. കാലിന്റെ ചെരുപ്പ് അവന്റെ പാതകളെ സ്ഥിരമാക്കുന്ന ഒന്നാണ്. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അതിനെ നിർവഹിക്കും. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുകയും നഷ്ടപ്പെട്ട മകനെ
ദൈവ സാന്നിധ്യത്തിൽ അകന്നുപോയ മകനെ, പാപത്തിന്റെ ചേറ്റുകൊണ്ടിൽ വീണ് പാപസംബന്ധമായി ആത്മീകമായി മരിച്ച മകനെ സ്വന്തമാക്കാൻ ആ വീടിന്റെ പരിസരത്ത് എവിടെയോ ഒരു കാളക്കിടാവിന്റെ രക്തം ഒഴുകി എന്നെ തിരിച്ചു പിടിക്കാൻ ചേറ്റിൽ കിടന്ന എന്നെ പൊക്കിയെടുക്കാൻ, എന്നെ അൻപോട് സ്നേഹിപ്പാൻ കാൽവറി ക്രൂശിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, ഒരു ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നന്ദിയുണ്ടോ ഉള്ളത്തിൽ? ലഭ്യമാകാതെ പോയ എന്തൊക്കെയോ വിഷയങ്ങളുടെ ചിന്തകളാൽ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്ന മാന്യ വ്യക്തിത്വമേ, ലഭ്യമായ രക്ഷയുടെയും ലഭ്യമായ നിത്യതയുടെയും ലഭ്യമായ അനുഗ്രഹങ്ങളുടെയും ഓർമ്മകൾ നിന്റെ ചിന്തയിലുണ്ടോ? പുറംപറമ്പിൽ കിടന്ന എന്നെ അകത്തു കൊണ്ടുവന്ന സ്നേഹം, ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയ സ്നേഹം, ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ സ്നേഹം, അന്യനായിരുന്ന എന്നെ സ്വന്തമാക്കിയ സ്നേഹം, എന്നെ നിത്യമായി സ്നേഹിപ്പാൻ ആ തേജസ്സാൽ മുറ്റും നിറച്ചു, എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു. തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനെ, തൂയരേ തൂയാവിയേ, തൂയരേ തൂയാവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ. ഇരു കൈകളും ഉയർത്തി എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചോദിച്ചേ, എന്താണ് എന്നിൽ കണ്ടത്? ചോദിച്ചേ കർത്താവിനോട്. ചേറ്റിൽ കിടന്നതാമെന്നേ നീട്ടിപ്പിടിച്ചു, ചേറ്റിൽ കിടന്നതാമെന്നേ. പഴയതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഓർക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ, പിൻപിലുള്ളവനെ മറന്നേക്കാനാണ് പറഞ്ഞേ. പക്ഷെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്ന നല്ല, നീ എവിടെ ആയിരുന്നു? കർത്താവ് നിന്നെ എവിടെ കൊണ്ടുവന്നു? നീ എന്തായിരുന്നു? കർത്താവുമായിട്ടുള്ള ബന്ധം നിന്നെ എന്താക്കി മാറ്റി? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര അഡിക്ഷൻ അകത്ത് നിൽക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്.
ഒത്തിരി പേരില് കർത്താവ് പറയുന്നു, അങ്ങനെ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാതെ. പുകവലി നിർത്താൻ പറ്റുന്നില്ല, മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, ഈ pornographyയുടെ അഡിക്ഷൻ നിർത്താൻ പറ്റുന്നില്ല, ചില പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഭയങ്കര ശ്രമം നടക്കുക, പക്ഷെ പറ്റുന്നില്ല. പിന്നെയും പിന്നെയും വീണോണ്ടിരിക്കുക. ഇപ്പൊ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ ആ ഫോണും എടുത്തോണ്ടൊന്ന് മാറിപ്പോയേ, നിന്റെ മുറിയിലോട്ടൊന്ന് കയറിപ്പോയേ, പെട്ടെന്ന് കയറിപ്പോയേ. നിന്റെ പ്രാർത്ഥനാ മുറിയിലോട്ടോ ഒരു പേഴ്സണൽ മുറിയിലോട്ടോ ഒന്ന് കയറിപ്പോയേ പറ്റുവാണെങ്കിൽ. അല്ലെ അവിടെ അങ്ങ് മുട്ടുകുത്തിയേ. പിതാവേ, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേറ്റിൽ കിടക്കുന്നവനെ രക്തം കൊണ്ട് കഴുകി സ്വന്തമാക്കുന്ന കർത്താവിന് നന്ദി. എത്ര ദൂരെ പോയെങ്കിലും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും തിബരിയാസിന്റെ കടൽക്കരയിൽ കനലിൽ ചുട്ടയപ്പവും മീനുമായി കാത്തിരുന്ന കർത്താവേ, ദൈവത്തിൽ നിന്ന് ഞാൻ വളരെ ദൂരത്തായിരിക്കുന്നു, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേളിൽ ഇപ്പോൾ ദൈവത്തിന്റെ കരം വിടുതലായി വെളിപ്പെട്ടു വരട്ടെ. ആ ബന്ധനം, ആ ചെങ്ങല പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറണം, പൊട്ടിമാറണം, പൊട്ടിമാറണം. ഓ റബശഠേലെ മഖോതരിയാലബസിയ ലേബൗ ഷമേരി കതമരിയാല കദരബസതരിയ. ജീസസ്. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ട് ആലയത്തിന്റെ നടുവിൽ നിർത്തിയ സ്ത്രീയോട്, പോക, ഇനിമേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ നസറായൻ നിന്നോട് പറയുന്നു, now you are free, now you are free. ഇനി നീ അതിലേക്ക് പോകരുത്, നീ കർത്താവിനുള്ളതാണ്. നമ്പർ 1, God's love. The love of God is unconditional. Number 2, the love of God is personal. പറഞ്ഞേ, ദൈവസ്നേഹം വ്യക്തിപരമാണ്. The love of God is personal. അതാണ് ജെറമ്യായ 31:3 പറയുന്നത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഓ, ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ വായിൽ വരുന്നത് അമ്മയേക സ്നേഹത്തെക്കാൾ, ലോകം നൽകിയ സ്നേഹത്തെക്കാൾ അറിയാതെ അങ്ങ് വരികയാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ദയ നിനക്ക് ദീർഘമായിരിക്കുന്നു, ദീർഘമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, അങ്ങേ വിട്ടെങ്ങും Jesus, amen. Thank you. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. മോനെ മനോലെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കർത്താവിന്റെ സ്നേഹത്തെ വിട്ടേച്ച് പൊക്കളയ എന്ന് വിചാരിച്ചാലും പോകാൻ പറ്റുകയില്ല. കാരണം ഈ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെട്ടവരാ. അതിന്റെ കാരണം അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല്, വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തൊരു ടീ ബാഗ് എടുത്തിടുന്നു, അല്ലെങ്കിൽ തൈലപ്പൊടി ഇടുന്നു, പിന്നെ അതിനകത്ത് പാലൊഴിക്കുന്നു, പിന്നെ പഞ്ചസാര ഇട്ട് കലക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനൊറ്റ പേരേ ഉള്ളൂ, ചായ, ടീ. നേരത്തെ ഇത് പാലായിരുന്നു, നേരത്തെ ഇത് വെള്ളമായിരുന്നു, നേരത്തെ ഇത് തേയിലപ്പൊടിയായിരുന്നു, ഇതിന് പല പല പേരുകളായിരുന്നു.
പക്ഷെ ഇതാ ആ വെള്ളത്തിലോട്ട് അങ്ങ് ലയിച്ച് ചേർന്നപ്പോ ഇതിനി ഒറ്റ പേരേ ഉള്ളൂ, ചായ. ഇനി ഞാൻ നോക്കി ആരും വെള്ളമൊന്നും പറയത്തില്ല, പാലെന്നും പറയത്തില്ല, തേയിലപ്പൊടി എന്നും പറയത്തില്ല, ചായ. ഇനി തേയിലയെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുകയില്ല, ഇനി പാലിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുകയില്ല, ഇനി വെള്ളത്തെയും സെപ്പറേറ്റ് ആക്കാൻ പറ്റുകയില്ല. ഇതുപോലെ കർത്താവിന്റെ കൂടെ നാം ചേർന്ന് കഴിഞ്ഞാൽ, പൗലോസ് ചോദിച്ച ഒരു ചോദ്യം, അതിന്റെ ആഴം എത്ര ഭയങ്കരാന്നറിയോ? ഒന്ന് ചുമ്മാ കേട്ടു പോലെ, എല്ലാ പ്രസംഗവും കേട്ടു പോകുന്ന പോലെ ഇത് കേട്ട് വെറുതെ പോവല്ലേ. ഈ റോമർ 8:38-39 വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യം എന്നെ ഗൗരവമെന്നറിയോ? അതിന്റെ 35-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? കാരണം ഈ മനുഷ്യൻ ഇതെല്ലാം നേരിട്ട് കണ്ട ആളാണ്. യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നിയ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും തന്നെ കർത്താവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഏതാണ്ട് പറഞ്ഞെന്ന് കരുതി സഭായോഗത്തിന് വരാതിരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, രക്ഷിക്കപ്പെടണം, കർത്താവിനെ സ്നേഹിക്കണം. നിങ്ങൾ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, ആ സ്നേഹം എന്നാന്ന് അറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ചെറിയ കാര്യത്തിന് ദൈവത്തോട് പിണങ്ങി നടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ സ്നേഹം എന്നാ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയില്ല. കർത്താവ് അത് മനസ്സിലാക്കാൻ, പൗലോസ് പറയുന്ന പോലെ അതിനുള്ള വരം നൽകട്ടെ. നീ എന്റെ 38-39 വാക്യം എന്നതാ? മരണത്തിനോ, ഞാൻ കൗണ്ട് ചെയ്യാണ്, ഞാനൊരു 10 കാര്യം പറയേ, എണ്ണിക്കോ. മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചയ്ക്കോ, അധികാരത്തിനോ, ഇപ്പോഴുള്ളതിനോ, വരാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. കർത്താവേ, പിരിയാനാകരുതേ ഈ ബന്ധം, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ ആ മാറിൽ നിന്നും. നിനക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? കർത്താവിനോട് പറയാൻ കഴിയുമോ? ഇതിനകത്ത് ഒരു പദം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. ജിജി പാസ്റ്റർ അവിടെ ദൂതന്മാർക്കോ എന്ന് ചോദിക്കുന്ന കേട്ടോ, ദൂതന്മാർക്കോ. മനുവിലെ ഒരൊറ്റ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി ഒറ്റ രാത്രി 1,85,000 പേരെ തീർത്തു. Only one angel. സ്വർഗത്തിലെ മുഴുവൻ ഏഞ്ചൽസും കൂടെ ചേർന്നിട്ട് കോറസ് പാടുന്നത് പോലെ ഒരേ സ്വരത്തിൽ പറയുകയാണ്: ഇനി മുതൽ ഇമ്മാനുവേലിനെ സ്നേഹിക്കരുത്, ടിനു പാസ്റ്ററെ സ്നേഹിക്കരുത്, ജിജി മോഹൻ പാസ്റ്ററെ സ്നേഹിക്കരുത്, ഡോക്ടർ കരുണനെ സ്നേഹിക്കരുത്, ഹെബനെ സ്നേഹിക്കരുത്, ആശിഷിനെ സ്നേഹിക്കരുത്, സ്റ്റീഫനെ സ്നേഹിക്കരുത്, ജെറമിയെ സ്നേഹിക്കരുത്, പ്രിയമകനെ സ്നേഹിക്കരുത് എന്ന് മുഴുവൻ കോറസും കൂടെ ഒന്നിച്ച് പറഞ്ഞാലും, ഈ ദൂതന്മാർ മുഴുവൻ ഒന്നിച്ച് പിടിച്ചാലും നമ്മളെ കിട്ടൂല. ദൂതന്മാർക്ക് പോലും ഈ സ്നേഹത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വലിക്കാൻ പറ്റുകയില്ല. ഒരു ദൂതൻ വിചാരിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പരം ആൾക്കാരെ തീർക്കാൻ പറ്റും. ഹെവനിലെ മുഴുവൻ ഏഞ്ചൽസും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ഇറങ്ങി നിന്നാലും അകറ്റാൻ കഴിയാത്ത ബന്ധമാണ് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം. അതുകൊണ്ടെന്ന് പറഞ്ഞേ, പിരിയാനിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാറിൽ നിന്നും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം,
കൊതി തീരുന്നില്ലേ നീ സാമീപ്യം. ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. കാരണം എന്നാ? കാരണം ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല ഇത് എനിക്ക്. പേഴ്സണല, ഇത് പേഴ്സണല, ഇത് പേഴ്സണല. The love of God is personal. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. കൈ ഉയർത്തി പറഞ്ഞേ, ഇത്രമാം സ്നേഹം അപ്പാ, ഉയിർ കൊടുത്തെനിക്കാൻ, ഇത്രമാം സ്നേഹം ഇവരെല്ലാം ഭവനത്തിൽ ആ സ്നേഹം ഉയിർ നിറയട്ടെ. കൊടുത്തെനിക്കാൻ, ജീവിതത്തിൽ ആ സ്നേഹം നിറയട്ടെ. വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, ഓ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. ഇത് പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയിലിനിയും പിരിയിലിനിയും മരണം വരെയും, ദൃഢമായത് പിരിയിലിനിയും മരണം വരെയും, മാറിയിനിയും ഞാനാ മാറിൽ നിന്നും, ഓ മാറിയിനിയും ഞാനാ മാറിൽ നിന്നും. വിളിച്ചവനെ, വിളിച്ചവനെ, എന്നേലയുടെ ആധാരമേ, വിളിച്ചവനെ, വിളിച്ചവനെ, എന്നേലയുടെ ആധാരമേ. എത്രയോ ഇന്നകൾ, എത്രയാവശ്യങ്ങൾ എന്റെ ചുറ്റും വന്നാലും അങ്ങേ നോക്കും ഞാൻ. ഉത്തമദാസനെ എന്നു നീ ചൊല്ലിടും, ഒരു വാക്കു കേൾക്കുവാൻ ഉന്നോടെ ഓടുന്നു. ഉത്തമദാസനെ എന്നു നീ ചൊല്ലിടും, ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടുന്നു.
പറഞ്ഞേ, പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാറിൽ നിന്നും. കാരണം എന്നറിയാമോ? ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാൻ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാൻ, മന്നവവർണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവവർണിപ്പാനെഴുതല്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ ഒരു ശക്തിക്കും കർത്താവ് വിട്ടുകൊടുക്കില്ല. നിന്നെ ഒരു പിശാചിനും കർത്താവ് വിട്ടുകൊടുക്കില്ല. നീ പാപത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ ശ്രമിച്ചാലും നിന്നെ വിടില്ല. കർത്താവ് പറയുന്നത് നിന്നെ വിട്ടുകൊടുക്കില്ല. നിന്റെ കുടുംബത്തെ ശത്രുവിന് വിട്ടുകൊടുക്കില്ല. നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിന്നെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കില്ല. നിന്നെ രോഗത്തിന് വിട്ടുകൊടുക്കില്ല. വിശ്വസിക്കാൻ കഴിയുമോ? ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ വന്നതിനോ വരാനുള്ളതിനോ യാതൊന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. വേർതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, പാടാൻ നിർബന്ധിക്കുന്നു, പ്രസംഗിക്കാൻ നിർബന്ധിക്കുന്നു. ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ സ്നേഹമാണ് നിങ്ങളോട് ഈ വചനം പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. റെസ്റ്റ് ഇല്ലാതെ ഞാൻ ജിജി പാസ്വേഡ് പറയുമായിരുന്നു. ഇന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉറക്കം പോലുമില്ലാതെ റെസ്റ്റ് ഇല്ലാതെ കർത്താവിന് വേണ്ടി ഇങ്ങനെ ഓടുന്നത് നിർബന്ധിക്കുകയാണ്. ആ സ്നേഹം നിർബന്ധിക്കുകയാണ്. ഞാൻ ആ ക്രൂശിലേക്ക് കാണുകയാണ്. ഞാൻ എന്ത് പകരം കൊടുക്കും? യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് നിങ്ങൾ എന്ത് കൊടുക്കും? എന്തു നൽകും പകരമാ തുല്യമാ? ഒന്നുമില്ല നാഥനെ, എന്തു നൽകും പകരമാ തുല്യമാ? ഒന്നുമില്ല നാഥനെ, നന്ദിയോടെ അന്ത്യത്തോ പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ഞങ്ങൾ ഓസ്ട്രേലിയ പോയപ്പോഴാണ്, ഓസ്ട്രേലിയ ചെന്നപ്പോഴാണ് ഇമ്മാനുവൽ ബ്രദർ ഭയങ്കര ശക്തമായി ആരാധിക്കുക. ഈ ദൈവമനുഷ്യൻ കയറി നിന്നപ്പോൾ വെളിപ്പെടുന്ന സാന്നിധ്യം അസാധാരണ. ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് കീബോർഡ് വായിച്ച് ഒറ്റയ്ക്ക് വർഷിപ്പ് ചെയ്യുകയാണ്. എന്റെ ഒരു ചിന്ത പറഞ്ഞ 500 എണ്ണം ഉണ്ടെങ്കിൽ നോക്കുകയല്ല, അതുപോലെ നിൽക്കുകയാണ്. ഇടയ്ക്ക് വെള്ളമൊന്നും കുടിക്കുന്നില്ല. കുറെ മീറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ശബ്ദമില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, ഇങ്ങനെ കിടന്നങ്ങ് സ്ട്രെയിൻ എടുത്ത് പാടാതെ. എനിക്ക് പറയാൻ ഒരു യോഗ്യതയില്ല, പക്ഷെ എന്നാലും അത് കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള ഒരിക്കലും ഒരു കൊച്ചു പറഞ്ഞതുപോലെ, പ്രസംഗം കേൾക്കുന്നവർക്ക് ഈ ക്ഷീണമാണെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് എന്നാ ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് പറഞ്ഞതാണ്. അവൻ കുറേ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ അവനവൻ്റെ അമ്മയോട് പറഞ്ഞ, പ്രസംഗം കേൾക്കുന്നവർക്ക് ഈ ക്ഷീണമാണ്, പ്രസംഗിക്കുന്നവർക്ക് എന്നാ ക്ഷീണമായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാടിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ശബ്ദം ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഒത്തിരി CD യിലൊക്കെ പാടുന്ന ആ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്.
പക്ഷെ മോനെ, നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകമാണ് ഇത് ഇങ്ങനെ റിലീസാകുന്നത്. മാനുവൽ എന്നോടൊരു വാക്ക് പറഞ്ഞു, എന്റെ കർത്താവാണ് എന്നെ ഇവിടെ എത്തിച്ചത്, എന്റെ കർത്താവാണ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചത്. അവന് വേണ്ടി പാടാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. പക്ഷെ പാസ്റ്റർ, ഇപ്പൊ എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഞാൻ പാടാൻ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ശബ്ദം വരും, എനിക്ക് ശബ്ദം വരും. അതെങ്ങനെ വരുന്നതെന്ന് ചോദിക്കരുത്, വരും. ആർക്കും ഇല്ലാത്ത അഭിഷേകമുള്ള ഒരു ശബ്ദം വരും, ഒരു അനോയിന്റഡ് വോക്കൽ വരും, ഹൃദയങ്ങളെ തൊടുന്ന ഒരു ശബ്ദം വരും. അതെന്നാ വരുന്നതെന്നറിയാമോ? കർത്താവിന് വേണ്ടി പാടുന്നോണ്ട്. കർത്താവിന് വേണ്ടി തന്നെയാണോ എല്ലാവരും പാടുന്നത്? കർത്താവിന് വേണ്ടിയാണോ എല്ലാവരും പ്രസംഗിക്കുന്നത്? കർത്താവിന് വേണ്ടി തന്നെയാണോ എല്ലാവരും വേല ചെയ്യുന്നത്? മക്കളെ, നമ്മളെ നിർബന്ധിക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മളെ നിർബന്ധിക്കേണ്ടത് നമ്മുടെ സിറ്റുവേഷൻസ് അല്ല. നമ്മളെ നിർബന്ധിക്കേണ്ടത് ഈ പ്രണയമാണ്, ഈ സ്നേഹമാണ്, ഈ പ്രേമമാണ്. എന്തു നൽകും പകരമാ തുല്യമായി ഒന്നുമില്ല. ആ ശബ്ദം ഒന്ന് കൊടുത്തേ, കർത്താവിനെ കൊടുത്തേ. എന്തു നൽകും ആ കൈയൊക്കെ കർത്താവിന് കൊടുത്തേ. കാല്, ശബ്ദം, തൊണ്ട, നിങ്ങളുടെ ആരോഗ്യം, ശരീരം, നിങ്ങളുടെ പേഴ്സ്, പണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, പിള്ളേരെയൊക്കെ നിപ്പോടെ അടുത്ത് വിളിച്ച് അതെല്ലാം കർത്താവിന് കൊടുത്തേ. എല്ലാം യേശുവിനെ സമർപ്പിച്ച് നൽകും സകലതും ഒന്ന് കർത്താവിന് കൊടുത്തേ. പറഞ്ഞ്, എന്റെ സമയം ഞാൻ യേശുവിന് തരുന്നു, എന്റെ സമയം ഞാൻ കർത്താവിന് തരുന്നു, എന്റെ പണം ഞാൻ കർത്താവിന് തരുന്നു, എന്റെ ആരോഗ്യം ഞാൻ കർത്താവിന് തരുന്നു, എന്റെ ശബ്ദം ഞാൻ കർത്താവിന് തരുന്നു, എന്റേതെല്ലാം കർത്താവിന് തരുന്നു. പറയാമോ? ഏൽപ്പിക്കാമോ? ഒന്നുമില്ലനാഥനേ, ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താവനെന്നെ സ്നേഹിച്ചുവല്ലോ. ഒരു ദൈവരാജ്യം ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരെ കൊണ്ടാണ്. എൻ്റെ കൂടെ വർഷങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട ഒത്തിരി മക്കളുമാരുണ്ട്. എന്നോടൊപ്പം നിൽക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സമയം, അവരുടെ ആരോഗ്യം, അവരുടെ സൗന്ദര്യം, അവരുടെ ശബ്ദം, അവർക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാം. ഞായറാഴ്ച ദിവസം ഇവിടുന്ന് നഹൂം ഇവിടുന്ന് പോയിട്ട് എന്നെ വിളിച്ചു പറയാണ്, പാസ്റ്ററെ, ഇനി എന്റെ ശബ്ദം യേശുവിനുള്ളതാണ്, ഇനി എന്റെ ശബ്ദം കർത്താവിനുള്ളതാണ്. ഞാൻ പറഞ്ഞു, മോനെ നഹൂം, നീ എപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നോ അപ്പോൾ മുതൽ നീ യേശുവിൻ്റെത് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് തന്ന താലന്തുകൾ, എനിക്ക് തന്നതെല്ലാം. നിങ്ങളുടെ മക്കളുമാരടുത്ത് നിൽപ്പുണ്ടോ? ആ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നാളത്തെ ഒരു കീബോർഡിസ്റ്റ് ആണ് അവൻ, നാളത്തെ ഒരു വർഷിപ്പ് ലീഡറാണ് ആ കുഞ്ഞ്, നാളത്തെ ഒരു പ്രസംഗകനാണ്, പ്രസംഗകയാണ്, നാളത്തെ ഒരു അപ്പോസ്തലനാണ്, നാളത്തെ ഒരു പ്രവാചകനാണ്. ആ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞ്, എന്റെ മക്കളുമാരെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ 2 കുഞ്ഞുങ്ങളെ, എന്റെ 3 കുഞ്ഞുങ്ങളെ, എന്റെ 4 കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മക്കളെയോട് പറഞ്ഞേ, എന്റെ മക്കളുമാരെ യേശുവിന് തരുന്നു. എന്ത് നൽകും കർത്താവെ പകരമായി? എന്റെ കുഞ്ഞുങ്ങളെ തരിക, എന്റെ ശബ്ദം തരിക, എന്റെ ആരോഗ്യം തരിക, എന്റെ പണം തരിക, എന്റെ സമയം തരിക, എനിക്കുള്ളതെല്ലാം തരിക. ഈ സ്നേഹം എനിക്ക് പ്രസംഗിച്ച് തീർക്കാൻ പറ്റില്ല. ഈ സ്നേഹം, പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. പറഞ്ഞേ, ഇനി എന്റെ ജീവിതം കർത്താവിനാ. ഇനി എന്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ. ഇനി എന്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ. യേശുവേ, എന്നാഥനേ,
എന്നാഥനേ യേശുവേ എന്നാഥനേ യേശുവേ എൻ കർത്തനേ നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂമിയിലാരുള്ളൂ യേശുവേ എന്നാഥനേ യേശുവേ എൻ കർത്തനേ നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂമിയിലാരുള്ളൂ ഇനി എന്റെ ജീവിതം നിനക്കാ ഇനിയുള്ള നാളുകൾ നിനക്കാ ഇനി എന്റെ ജീവിതം നിനക്കാ ഇനിയുള്ള നാളുകൾ നിനക്കാ യേശുവേ യേശുവേ എന്നാഥനേ യേശുവേ യേശുവേ എന്നാഥനേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമാണ്. ദൈവത്തിന്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്. How I can finish this message? Finally, love of God is accessible. Love of God is accessible. എല്ലാ സ്നേഹവും ആക്സസിബിൾ അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങ് ആ സിനിമാ താരത്തെ അങ്ങ് ഭയങ്കരമായിട്ട് ആരാധിക്കുന്നല്ലോ, നിങ്ങൾ അതിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആളല്ലേ? എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒന്നൊന്നും ചോറ് കഴിക്കാൻ പറ, നാളെ പുള്ളിയുടെ വണ്ടി കയറി ഞാനിവിടെ വരുന്നെന്ന് പറ, നിങ്ങളെ കൊണ്ടുപോവില്ല. നിങ്ങൾ അങ്ങ് ആ പുള്ളിയെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് കണ്ട് പുള്ളിയുടെ കട്ടൗട്ടൊക്കെ വെച്ച് അതിന്റെ മുമ്പിൽ നിങ്ങൾ ആരാധിക്കല്ലേ? എന്നാ നാളെ എനിക്കൊരു 2 ലക്ഷം രൂപ ഇങ്ങോട്ട് തരാൻ പറ, പുള്ളി തരുമോ? പുള്ളിക്ക് ഒരു ഫോണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആക്സസിബിൾ അല്ല. ഈ ലോകത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്നവരുടെ പല സ്നേഹങ്ങളും ആക്സസിബിൾ അല്ല. പക്ഷെ 24/7 365 days at any time, at any hour, ഞാൻ ആരാധിക്കുന്നവന്റെ സ്നേഹം എനിക്ക് ആക്സസിബിൾ ആണ്. ഹല്ലേലൂയ. ഏത് പാരാത്രിക്കും, ഏത് പ്രഭാതത്തിലും, ഏത് പകലിലും, ഏത് പത്മോസിലും, ഏത് കാരാഗ്രഹത്തിലും, ഏത് മരുഭൂമിയിലും ആ സ്നേഹം ആക്സസിബിൾ ആണ്. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ ഓടി വന്ന് ആ കാൽക്കൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞത്. ശിമയോന്റെ വീട്ടിൽ അത് സാധ്യമല്ല, പക്ഷെ അവൾ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ കർത്താവ് പറയുകയാണേ, ലൂക്കോസ് 7:36 മുതൽ 47 വരെയുള്ള വാക്യം ഞാൻ ഒറ്റ വാക്യം പറയാം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു.
അവൾ വളരെ സ്നേഹിച്ചല്ലോ. അല്പം മോചിച്ച് കിട്ടിയവർ അല്പം സ്നേഹിക്കുന്നു, അധികം മോചിച്ച് കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു. ഏത് ഷീമോനാണെങ്കിലും എനിക്കത് വിഷയമല്ല. ഷീമോനെ, നിന്റെ വീട്ടിലെ ബിരിയാണി എനിക്കൊരു വിഷയമല്ല, നീയും എനിക്കൊരു വിഷയമല്ല. എന്റെ സ്നേഹം ആർക്കും ആക്സസബിൾ ആണ്. അതെവിടെ വന്നും ആർക്കും സ്വീകരിക്കാം. അതിന് കോവിലിൽ പോകണ്ട, അതിന് കൊട്ടാരത്തിൽ പോകണ്ട, അതിന് പള്ളിയിൽ പോകണ്ട, അതിന് ഖബറിൽ പോകണ്ട. ഇപ്പോൾ നീ ആയിരിക്കുന്ന വീട്ടിനകത്തിരുന്നുണ്ട്, നീ ആയിരിക്കുന്ന കാറിനകത്തിരുന്നുണ്ട്, നീ ആയിരിക്കുന്ന ഹോസ്പിറ്റലിനകത്തിരുന്നുണ്ട്, നീ ആയിരിക്കുന്ന റൂമിനകത്തിരുന്നുണ്ട് യേശുവേ എന്ന് വിളിക്കാമെങ്കിൽ, യേശുവേ എന്ന് വിളിക്കാമെങ്കിൽ ആ സ്നേഹം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ് ഇന്ന് രാത്രി. ആ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്ത് യോഗ്യതയാണ്! പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. പിതാവേ, നിന്റെ പുത്രനെ നീ സ്നേഹിക്കാൻ കാരണമുണ്ട്. നിന്റെ പുത്രൻ അനുസരണമുള്ള പുത്രനാ, നിന്റെ പുത്രൻ വിശുദ്ധനായ പുത്രനാ, നിന്റെ പുത്രൻ നിന്റെ വചനത്തിൽ നിൽക്കുന്ന പുത്രനാ, നിന്റെ പുത്രൻ സ്വർഗീയനാ. ആ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രനായ കർത്താവെ, ആ സ്കെയിലിൽ ഞങ്ങളെ സ്നേഹിക്കാൻ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാകാ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാകാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. Thank you, Jesus. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാകാൻ യേശുവേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി നടച്ചേ. God's love is accessible anytime, at any place. God's love is unconditional. Thank you, Jesus. God's love is personal. അതിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ വീതി എന്നിൽ നിറയട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ഇല്ലില്ല, ഭയം വേണ്ട സിസ്റ്ററെ, ബ്രദറെ, ഭയം വേണ്ട. നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പ നിനക്കുണ്ട്. ഒരു ശക്തിക്ക് നിന്നെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പറഞ്ഞേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവകരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ഈ ഓൺലൈനിൽ ഇപ്പോൾ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ മെസ്സേജ് ഇടണം. എൻ്റെ ജീവിതം ഞാൻ യേശുവിന് തരികയാണ്, ക്രിസ്തുവിൽ വളരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചേ അവരോട്. അവർ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഈ ലൈവിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ, ഈ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ കഴുകുന്ന, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, നിങ്ങളെ സ്വന്തമാക്കുന്ന ഈ കർത്താവിനെ അനുഗമിക്കുവാൻ, ആരാധിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒരു നിമിഷം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചവരാണോ? ആണെങ്കിൽ കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. സൂമിൽ എന്നെ കാണുന്നവർ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നവർ, കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്തേ, കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്തേ. യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കും. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കും. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കും. ഇനി എൻ്റെ ജീവിതം ഞാൻ അങ്ങേയ്ക്കായി തരുകയാണ്. ഇനി എൻ്റെ ജീവിതം ഞാൻ അങ്ങേയ്ക്കായി തരുകയാണ്.
തരിക. ഇനിയുള്ള നാളുകൾ അങ്ങേക്കായി തരികയാണ്. ഇനിയുള്ള നാളുകൾ അങ്ങേക്കായി എന്റെ തരിക. ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എന്റെ രക്ഷകനും എന്റെ രക്ഷകൻ, എന്റെ നാഥനും എന്റെ നാഥൻ, എന്റെ കർത്താവുമായി എന്റെ കർത്താവ് എന്നിൽ വസിക്കണമേ. എന്നിൽ വസിക്കണം. യേശുവേ, യേശുവേ, അവിടുത്തെ വരവിനായി അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ. എന്നെ ഒരുക്കണമേ. എന്നെ പൂർണ്ണമായി എന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് നൽകുന്നു. എന്റെ ജീവിതം അങ്ങയ്ക്ക് സമർപ്പിക്കും. എന്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ആമേൻ. ഞാൻ ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും ചില മിനിറ്റുകൾ കൂടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. എനിക്ക് മീറ്റിംഗ് നിർത്താൻ പറ്റണില്ല. രാത്രി 10:15 വൈകിട്ട് 7:30 മണിക്ക് തുടങ്ങിയതാണ്. ദൈവ സാന്നിധ്യം ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഇതിന്റെ ക്രൂസ് മാത്രമേ ഉള്ളൂ. അവരെല്ലാം കരയാണ്. ഞാനും പിടിവിട്ടു പോയാൽ എൻ്റെ ഇതെല്ലാം പോവും. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് കരയും. അവന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. ആ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. शुक्रिया हो क्या दे सकता, क्या ला सकता, कहता तुझे बस शुक्रिया हो क्या दे सकता, क्या ला सकता, कहता तुझे बस शुक्रिया, शुक्रिया करता हूँ मैं लेके तेरा नाम, आदर और धन्यवाद आज तेरे नाम, शुक्रिया 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 तेरा, शुक्रिया 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 यीशु तेरा। शुक्रिया शुक्रिया शुक्रिया
शुक्रिया तेरा शुक्रिया Thank you, Lord. Thank you, Holy Ghost. Thank you, precious Jesus. Thank you, Lord. സിസ്റ്റർ ബിന്ദു മോഹന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ. സിസ്റ്റർ പാർവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ബ്രദർ അനിൽ സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിനവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ടോ? ശരിയെങ്കിലും ഡ്രം അടിക്കാൻ അറിയാം, ഫ്ലൂട്ട് വായിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടോ? ദയവായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ക്രിസ്തുവിൽ പണിത് പൊക്കിയെടുക്കണം. നിങ്ങൾ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണോ? നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ഇങ്ങനെ വിവിധ നിലകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടോ? ക്യാമറ എടുക്കുന്ന ആളാണോ? പാടുന്ന ആളാണോ? നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ദൈവം നിങ്ങളെ വളർത്തുന്നത്. പക്ഷെ ഞങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുമ്പോൾ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ വേല ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാം. എവിടെങ്കിലുമൊക്കെ പ്രവർത്തിക്കാം. പരിധികളും പരിമിതികളും ഇല്ലാതെ, ബാരിയറുകളൊന്നും ഇല്ലാതെ യേശുവിനെ ഉയർത്താം. ഞങ്ങൾ ഈ ആഴ്ച നോർത്ത് ഇന്ത്യക്ക് പോവാണേ. ഈ ആഴ്ചയെല്ലാം ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ്. സൂററ്റിൽ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഗുജറാത്തിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഗുജറാത്തിന്റെ ഒരു ഗ്രാമത്തിൽ ഈ കമ്മിങ് വീക്കെൻഡിൽ. അത് കഴിഞ്ഞ് രാത്രി തന്നെ അവിടുന്ന് തിരിച്ച് പത്തനംതിട്ടയിൽ ഈ ഞായറാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ എത്തണം. അത് കഴിഞ്ഞ് വരുന്ന ആഴ്ച ഒറീസയുടെ വിവിധ ഭാഗങ്ങളിൽ മീറ്റിംഗുകൾ നടക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ക്രൂസൈഡുകൾ, കൺവെൻഷനുകൾ നടക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. യേശുവിനെ ഉയർത്താൻ ഈ സ്നേഹത്തെ എല്ലാവർക്കും കൊടുക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്നേഹം ആക്സസബിൾ ലവ് ഉണ്ടെന്ന്, ആർക്കും ഏത് സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹം ഉണ്ടെന്ന്, അങ്ങോട്ട് ഒരു ചുവട് വെച്ചാൽ ഇങ്ങോട്ട് 100 ചുവട് വയ്ക്കുന്ന ഒരു സ്നേഹമുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ടെന്ന്, വ്യക്തിപരമായി എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കുന്ന പിതാവുണ്ടെന്ന് ലോകത്തോട് അറിയിക്കണം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം എന്റെ പിതാവാ. अब्राहम का प्रभु, इसहाक का प्रभु, या छोड़ेगा, तू कभी ना ठुकराएगा, तू मेरा है, तू मेरा है. छोड़ेगा, तू कभी ना ठुकराएगा, तू मेरा है, तू मेरा है. अब्राहम
ജീസസ്. കർത്താവേ, ഇവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഈ ലൈവ് ചാറ്റിൽ പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്ന ഷോർട്ട് മെസ്സേജുകൾ, ഇതിനകത്ത് വരുന്ന വീഡിയോകളൊക്കെ